ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓൾറെഡി വണ്ടി 2 പ്രാവശ്യം നമുക്ക് റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം കിട്ടിയിരുന്നു. പിന്നെ ഒരു ദിവസം കാലത്ത് സ്റ്റാർട്ട് ആവാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നമുക്ക് സർവീസും കൂടി നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും അയച്ചാണ്. അത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കണം. ക്യാമൊക്കെ ഗ്രീസിങ് അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം നമുക്ക് ഉപയോഗത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഇത്രയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്താലും കിട്ടുന്നത് വളരെ എൻഡിലായിരിക്കും. അപ്പോൾ നമുക്ക് കൈയോടെ അത് മാറ്റിയിടലാണ് സേഫ്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. ഓൾറെഡി കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്കിത് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ മാറ്റണ്ട. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുറമേ നിന്നും ചെയ്യാവുന്ന വർക്കൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്, പുറമേ എന്നുള്ള പ്രോബ്ലം കൊണ്ടാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ ഈ കണ്ടീഷനിൽ പോകാം. അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എൻജിൻ ഹെഡിൽ തന്നെ കരിയുടെ പ്രോബ്ലം കൊണ്ട് വരും. അത് സെയിം കംപ്ലൈൻ്റ് ആയിരിക്കും കാണിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഹെഡിൻ്റെ ഭാഗം പിന്നീട് അഴിച്ച് നമുക്കതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഹെഡ് ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറ്റിയാലും ആ കൂട്ടത്തിൽ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. അതിന് ശേഷം ഈ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. പെട്രോൾ മിക്സ് ചെയ്ത് ഹെഡിലേക്ക് പോകുന്ന ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കാർബൺ അതിൻ്റെ ഉള്ളിൽ ബാക്കിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഹോളൊക്കെ ചെറുതായിട്ടൊരു അടവ് പോലെ ഉണ്ട്. ഈ സ്ലോ ജെറ്റൊക്കെ ശരിക്കും ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടും ശരിക്കും സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് രണ്ടാമത് നമ്മൾ ഒന്ന് അടിച്ചപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായിരുന്നു. ആദ്യം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ച് വണ്ടി നിന്നു. പിറ്റേ ദിവസം കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. പിന്നീട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരിക്കും അത് ഓരോ 30,000 കിലോമീറ്ററിലാണ് ചെയ്തു പോകേണ്ടത്. 25,000 തുടങ്ങി 30,000 കിലോമീറ്ററിനുള്ളിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വർക്കാണത്. വാൽവിൽ കരി വന്നിരിക്കും. വാൽവ് കൃത്യമായിട്ട് അടയാത്തൊരു സിറ്റുവേഷൻ വരും. എൻജിൻ കംപ്രഷൻ ലീക്കാവും. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും. അതാണ് ശരിക്കും അതിനകത്ത് നടക്കുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്കൊന്ന് ഈ രീതിയിലൊന്ന് ചെയ്യാം. ഇപ്പം ജനറൽ സർവീസും കാർബറേറ്റർ ക്ലീനിങ്ങാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ. അപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആവും എന്ന് വേണം വിചാരിക്കാൻ. ഇനി അതല്ലെങ്കിൽ നോക്കിയിട്ട് നമുക്കൊരു ദിവസം ഹെഡിൻ്റെ ഭാഗം കൂടിയും അഴിച്ച്, ഇതിപ്പോൾ ചെയ്താൽ കൂടി ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഹെഡ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പരിഗണിക്കേണ്ടതായിട്ട് വരും. പിന്നെ എൻജിൻ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ഇപ്പോൾ നിലവിൽ വേറെ പറയത്തക്ക തേയ്മാന കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ളതൊന്നുമില്ല. നോർമൽ നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ഇത് CVT ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് തന്നെ യൂണിറ്റാണ്. അപ്പോൾ അതിലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ബെൽറ്റായാലും ഹോണ്ടയുടെ ബെൽറ്റ് കിടക്കണേ. കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ക്ലച്ച് ഔട്ടിനകത്തൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ കാർബറേറ്ററിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു. കാർബറേറ്റർ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലീനർ ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സ്ലോ ജെറ്റ് ചേഞ്ച് ചെയ്തിടാം. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് സെൽഫ് മോട്ടറിൽ നിന്ന് റാങ്ക് ബൈക്ക് കണക്ഷൻ പോകണമാണ്. പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിൽ കാണുന്നില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഓൾറെഡി വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ശരിക്കും വണ്ടി ഒരു പാളുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് ചെറിയൊരു കൊണ്ട് കിടക്കുന്ന പോലത്തെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അത് കേബിളിൻ്റെയാണ്. ആ ടൈറ്റ് കാണിക്കുന്ന കേബിളിൻ്റെ 2 കേബിളും ഔട്ടർ വലിഞ്ഞ് നിൽക്കണേ. നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. അത് ശരിക്കും ഫ്രണ്ട് ബ്രേക്കാണ്. നമുക്കത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണതായിരിക്കും ബെറ്റർ. കാരണം വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ കയറി ജാം ആവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തതാണ് ഏറ്റവും സേഫ്. അതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഈ ഒരു സൈഡ് തേയ്മാനം ഒരല്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഹാൻഡിലുമേ നമുക്ക് ഒരുപാട് ബലം അനുഭവപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് അത് റെഡി ആവുള്ളൂ. ടയർ മാറ്റണ സമയത്ത് നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലും മാറ്റി അതിൻ്റെ സീലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം പുതിയത് ഇടാനായിട്ട്. കാരണം സാധാരണയിലേക്കാൾ ഒരു അല്പം കൂടുതൽ റൈറ്റ് സൈഡിലേക്ക് ഒരു തേയ്മാനം ഇപ്പം നിലവിൽ കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കൊണ്ട് നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ സെൽഫ് എടുത്ത സെൽഫ് ഒരുപാട് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു ആവാനായിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി നോക്കുമ്പോൾ ബാറ്ററി 2023 മോഡൽ ബാറ്ററി എടുക്കണം. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഓൾറെഡി വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ വോൾട്ട് ഒരുപാട് കുറവുണ്ട്. 11.58 ഇതിൽ ശരിക്കും 12.5 വോൾട്ട് നമുക്ക് വേണം ഒരു ഹെൽത്തി ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഓൾറെഡി ചാർജ് കുറവാണ്, വോൾട്ട് കുറവാണ് നമുക്ക് കിട്ടുക. പിന്നെ ബാറ്ററി ഞാനൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ നേരം സെൽഫ് അടിച്ചതുമായി ബന്ധപ്പെട്ട് ബാറ്ററി ഡിസ്ചാർജ് ചെയ്താവാനാണ് സാധ്യത. അത് ഓൾറെഡി നമ്മളിപ്പോൾ ബാറ്ററി കൂടി ഒന്ന് അഴിച്ച് ഫുൾ ചാർജിലിടും. അതിന് ശേഷം ചാർജ് ഫുള്ളായതിന് ശേഷം 12.5 വോൾട്ടിൽ നിർത്തിയിട്ട് നമ്മൾ വീണ്ടും ഒരു ബാറ്ററി ടെസ്റ്റ് കൂടി നടത്താം. അപ്പോൾ അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതുള്ളൂ. അത് ഗ്രീൻ ലൈറ്റ് ആണ് തെളിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് സെൽഫ് അടിച്ച് ചാർജ് ഇറങ്ങിയതാവാനാണ് സാധ്യത. പിന്നെ ഫ്രണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എഞ്ചിൻ്റെ ഓയിലിൻ്റെ കണ്ടീഷൻ കൂടി നോക്കുന്നുണ്ട്. ഓയിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ, ഓയിൽ നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തിൽ ചെയ്തു പോകണമായിരിക്കും കുറച്ചും കൂടി. അപ്പം ഞാൻ ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട്, അതായത് എഞ്ചിൻ ഓയിൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്, പിന്നെ കാർബറേറ്റർ ക്ലീനർ, സ്ലോ ജെറ്റ്, അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനറും നമ്മളതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ബാക്കിൽ ബ്രേക്കിലുണ്ട്. ഇത്ര ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. ഏകദേശം ഒരു 6 മണി 6:30 ആവും കേട്ടോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്. ഓക്കെ.